ഹലോ എവരിവൺ, വെൽക്കം ടു റോട്ടോ ടോക്സ്. തുടരും, ഡയറക്റ്റഡ് ബൈ തരുൺ മൂർത്തി. KR സുനിലാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റും സ്ക്രീൻ പ്ലേയും. നല്ല കിഡിലൻ സ്ക്രിപ്റ്റ്, നല്ല സോളിഡ് ആയിട്ടുള്ള നല്ല മികച്ച തിരക്കഥ തന്നെയാണ് സിനിമയ്ക്കുള്ളത്. അതുപോലെ തന്നെ ക്യാമറ ഷാജി കുമാറാണ്, അതുപോലെ തന്നെ എഡിറ്റർ നിഷാദ് യൂസഫാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഒപ്പം വേറൊരാൾ കൂടി ഷെഫീഖ് എന്ന് പറയുന്ന ഒരാൾ കൂടി എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മ്യൂസിക് ആൻഡ് BGM JX ബിജോയ്. കിട്ടില്ലം പരിപാടി. സോങ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല സോങ്, അത് കുറേ പേര് കേട്ടിട്ടുണ്ടാവും. അതുപോലെ BGM അന്യായ പരിപാടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പുള്ളി. പിന്നെ പടത്തിലോട്ട് വരുമ്പോൾ മോഹൻലാൽ, അതുപോലെ ശോഭന, പിന്നെ അവരുടെ മക്കളായിട്ട് തോമസ് മാത്യു, അതുപോലെ തന്നെ ഒരു പെൺകുട്ടി, പിന്നെ മണിയമ്മൽ രാജു, ഇർഷാദ്, ബിനു പപ്പു, അതുപോലെ പ്രകാശ് വർമ്മ, ഒരു പുതിയ ആക്ടറാണ്. അങ്ങനെ കുറച്ചധികം കാസ്റ്റും കാര്യങ്ങളും വരുന്നുണ്ട്. വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു നോർമൽ ടാക്സി ഡ്രൈവറുടെ ക്യാരക്ടറാണ് മോഹൻലാൽ ഈ സിനിമയിൽ ചെയ്തേക്കുന്നത്. അതുപോലെ പടം സ്റ്റാർട്ടിങ് തന്നെ അങ്ങനെയാണ്, ഭയങ്കര നോർമൽ ലൈറ്റ് ആയിട്ടുള്ള കുറേ മൊമെന്റ്സും ഫൺ ലവിങ് ആയിട്ടുള്ള മോഹൻലാലിൻ്റെ തന്നെ ഒരുപാട് പഴയ സിനിമകളിലെ അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ കുറേ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളും. അങ്ങനെ പടം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു കോട്ട് ഇങ്ങനെ എഴുതിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വെൻ എലിഫന്റ് വാക്സ് ദ ഫാറസ്റ്റ് ടു വാക്സ് വിത്ത് ദം എന്ന രീതിയിൽ ഒരു കോട്ട് എഴുതി കാണിച്ചിട്ടാണ് പടം തുടങ്ങുന്നത്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഉരുൾപൊട്ടലും സീനുകളൊക്കെയാണ് കാണിച്ചു പോകുന്നത്. അതൊക്കെ ഭയങ്കര കിടലിനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ആ ഒരു ഭീതി അല്ലെങ്കിൽ ആ ഒരു ഇമ്പാക്റ്റ് നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് മോഹൻലാൽ അദ്ദേഹത്തിന് ഫാമിലി കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്നു. അങ്ങനെ ആ ഒരു അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതാണ്. തുടക്കത്തിൽ ഒരു 10-30 മിനിറ്റ് ഒരു സോങ് ഒക്കെ വന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഒരു ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഫൺ ലവിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് മോഹൻലാൽ ഈ സിനിമയിൽ വരുന്നത്. ഷൺമുഖം എന്ന് ആണ് ക്യാരക്ടറിൻ്റെ പേര്. അങ്ങനെ ഒരുപാട് ലൈറ്റ് ആയിട്ട് മൊമെന്റ്സും കുറേ കോമഡി കാര്യങ്ങൾ മോഹൻലാലിൻ്റെ ഒരു സോണിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഷോട്ടിൽ തന്നെ നമുക്ക് പുള്ളി ഒരു പഴയ ആ ഒരു ചാമും കാര്യങ്ങളൊക്കെ വന്നായിട്ട് നമുക്ക് തോന്നാറുണ്ട്. കാരണം അത്രയും കിടലിനായിട്ടുള്ള കുറേ സീൻസും കാര്യങ്ങളൊക്കെ ഇതിൽ തുടക്കത്തിൽ ഒരുപാട് വന്ന് പോകുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് ഇൻ്റർവെല്ലിനോട് അടുക്കുമ്പോഴാണ് സിനിമ അല്പം അതിൻ്റെ ട്രാക്ക് മാറി ഒരു സീരിയസ് മോഡിലോട്ട് എത്തുന്നതും ഒരു കിഡിലൻ ഇൻ്റർവെൽ ബ്ലോക്കോട് കൂടി സിനിമ അവസാനിക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ കുറച്ചൊന്ന് സിനിമ അല്പം സ്ലോ ആയിട്ടുള്ള നരേറ്റീവാണ് പോകുന്നത്. എന്നാൽ പോലും അത്യാവശ്യം നല്ല വിഷ്വൽസും അതുപോലെ മോഹൻലാലിൻ്റെ ഭയങ്കര നല്ല കുറേ മുഹൂർത്തങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ കണ്ടിരിക്കാം. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ സിനിമ അതിൻ്റെ പീക്ക് ലെവൽ ട്രാക്കിലോട്ട് മാറുകയാണ്. പിന്നീട് അങ്ങോട്ട് ഭയങ്കര എൻഗേജിങ്, ഭയങ്കര ഗ്രിപ്പിംഗ് ആയിട്ടാണ് സിനിമ പോകുന്നത്. ഇതിൽ എടുത്ത് പറയേണ്ട ഇത് നമ്മൾ ആസ് യൂഷ്വൽ നമ്മളെപ്പോഴും പറയാനുള്ള കാര്യമാണ്, മോഹൻലാൽ ആസ് ആൻ ആക്ടർ അദ്ദേഹത്തിൻ്റെ കുറേ കാലങ്ങളായിട്ട് ഒരുപാട് വിമർശനങ്ങൾ കേൾക്കുന്നുണ്ട് ആസ് ആൻ ആക്ടർ എന്ന രീതിയിൽ. പക്ഷേ മോഹൻലാലിൻ്റെ കരിയറിലെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് തന്നെയാണ് ഈ സിനിമയിൽ റീസെൻ്റ്ലി വന്നിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായിട്ട് ആസ് ആൻ ആക്ടർ എന്ന രീതിയിലും അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൊരു സിനിമ. പിന്നെ ഒപ്പം അഭിനയിച്ച എല്ലാവരും, ശോഭനയായാലും അവരുടെ മക്കളായിട്ട് വന്ന ആളുകളായാലും മണിയമ്പിള്ള രാജു ആണെങ്കിലും ബിനു പപ്പു ആണെങ്കിലും എല്ലാവരും അവരുടെ പീക്ക് ലെവൽ പെർഫോമൻസ് തന്നെ തരുൺ ഈ സിനിമയിൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. പിന്നെ എടുത്ത് പറയേണ്ട പേര് ഇതിൽ CI ജോർജ് മാത്തൻ എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് വന്നിട്ടുള്ള പ്രകാശ് വർമ്മ. കിഡിലൻ പെർഫോമൻസ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻട്രൊഡക്ഷൻ തൊട്ടിട്ട് ആ ഒരു ആറ്റിറ്റ്യൂഡ് കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു CS പോലീസായിട്ടുള്ള ആ ഒരു പരിപാടി കാര്യങ്ങൾ അതൊക്കെ കിഡിലനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സിനിമയാണ്. ആ ഒരു തുടക്കം തന്നെ അദ്ദേഹത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ കാണിക്കുന്നുണ്ട്, ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കിഡിലൻ പെർഫോമൻസ്. അതുപോലെ മോഹൻലാൽ കഴിഞ്ഞ് എനിക്ക് ഈ സിനിമയിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് തോന്നിയത് ഈ പ്രകാശ് വർമ്മ അവതരിപ്പിച്ച CI ജോർജ് മാത്തൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ്. പിന്നീട് അങ്ങോട്ട് സിനിമ ഭയങ്കര സെക്കൻഡ് ഹാഫിലൊക്കെ ഭയങ്കര പേസിലാണ് സിനിമ പോകുന്നത്. ഇപ്പോൾ 2 ആക്ഷൻ ബ്ലോക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ വൻ കിടിലൻ പരിപാടിയാണ്. അതിനൊപ്പം തന്നെ JXൻ്റെ BGM, അപ്പോൾ ഒരു BGM ആ സീനിൽ അപ്ലിഫ്റ്റ് ചെയ്യുന്ന രീതിയൊക്കെ വേറെയാണ്. എനിവേ നമ്മൾ പല ആളുകൾക്കും ദൃശ്യം തിയേറ്റർ വാച്ച് മിസ്സായിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും തുടരും, തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. കിഡിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. എന്തായാലും മറ്റേ തരുൺ മൂർത്തി അല്ലെങ്കിൽ പല ആളുകളും പറഞ്ഞ പോലെ ആസ് ആൻ ആക്ടർ എന്ന രീതിയിൽ ഇനിയും ഒന്നും പ്രൂവ് ചെയ്യാനില്ലാഞ്ഞിട്ട് പോലും പലരുടെയും കുറ്റപ്പെടുത്തലും കളിയാക്കലുള്ള കുറേ നാളായിട്ട് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ കിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അവരുടെയൊക്കെ വായടപ്പിക്കുന്ന ഗംഭീര പ്രകടനം. എനിവേ ആസ് എ ഫാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയത്. എന്തായാലും മലയാളത്തിൻ്റെ മോഹൻലാൽ ഇനിയും തുടരും ഒരുപാട് നാൾ ഇവിടെ തന്നെ.